ഹൈ ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ടോർഷനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിസൈൻ ഓഫ് ടോർഷൻ ആയിരുന്നു. ടോർഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലൂടെ കടന്നു പോവുക, വീഡിയോ പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിച്ചു വെക്കുക. ചോദ്യം ഇതാണ്: ഇൻ എ ബീം സബ്ജക്റ്റഡ് ടു ടോർഷൻ, the equivalent torsion moment is less than flexural moment. In that case, ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ താഴെ എന്താണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്? ഡിസൈൻ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, നോക്കാം. ഇനി ബീം സബ്ജക്റ്റഡ് ടു ടോർഷൻ, ടോർഷൻ വന്ന ഒരു ബീം, അതിൽ ഇക്വിവാലന്റ് ടോർഷൻ മൊമെന്റിന്റെ കാര്യമാണ് MT, ഇക്വിവാലന്റ് ടോർഷൻ മൊമെന്റ്, ഇക്വിവാലന്റ് ഷിയർ ഫോഴ്സ് അല്ല, ടോർഷൻ മൊമെന്റിന്റെ കാര്യമാണ്. ഈസ് ലെസ് ദാൻ ഫ്ലെക്സുറൽ മൊമെന്റ് MU. MT MUനേക്കാൾ ചെറുതാണെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ്? അപ്പൊ നമുക്ക് ഓർത്ത് നോക്കാം. ഈ MT MUനെയൊക്കെ നമ്മൾ എവിടെയാണ് കണ്ടത്? ME1 ഈസ് ഈക്വൽ ടു MT പ്ലസ് MU ആയിരുന്നു. ME2 നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് ഈക്വൽ ടു MT മൈനസ് MU ആയിരുന്നു. ഈ ME2 നമ്മൾ കണ്ടുപിടിക്കേണ്ട കണ്ടീഷൻ എപ്പോഴായിരുന്നു? നമ്മൾ MT കണ്ടുപിടിക്കുന്ന MT, ടോർഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന MT MUനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കംപ്രഷൻ സൈഡിലും ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ? അപ്പൊ നമ്മൾ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊണ്ടും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് കൊണ്ടായിരുന്നു. ആ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച മൊമെന്റ് ആയിരുന്നു ഈ ME1 എന്ന് പറയുന്നത്. ആ കേസിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ MT MUനേക്കാൾ വലുതായാൽ നമ്മൾ എന്ത് ചെയ്യും? ME2 കണ്ടുപിടിച്ച് കംപ്രഷൻ സൈഡിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? MT MUനേക്കാൾ ചെറുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തു മാത്രമേ ഉള്ളൂ? ടെൻഷൻ സൈഡിൽ മാത്രമേ റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമുള്ളൂ. കംപ്രഷൻ സൈഡിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷിയർ നമ്മൾ ഇവിടെ വരുന്ന ടോർഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നോക്കാം നമുക്ക്. സ്റ്റീൽ ഈസ് പ്രൊവൈഡഡ് ഓൺലി ഓൺ ടെൻഷൻ സൈഡ്, ശരിയാണല്ലോ. സ്റ്റീൽ ഈസ് പ്രൊവൈഡഡ് ഓൺലി ഓൺ കംപ്രഷൻ സൈഡ്, തെറ്റാണ്. സ്റ്റീൽ ഈസ് പ്രൊവൈഡഡ് ഇൻ ബോത്ത് ടെൻഷൻ ആൻഡ് കംപ്രഷൻ സൈഡ്, അത് ശരിയായാലേ ഇത് മോർ എന്നായിരുന്നു ചോദ്യത്തിലെങ്കിൽ. ടോർഷൻ ഇക്വിവാലന്റ് ടോർഷൻ മൊമെന്റ് ഈസ് മോർ ദാൻ ഫ്ലെക്സുറൽ മൊമെന്റ്, നമുക്ക് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നതിന് ഈ കേസിൽ ഇത് തെറ്റാണ്, ഡേറ്റ ഇൻസഫിഷ്യന്റ് അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സീരീസ് പ്രൊവൈഡഡ് ഓൺ ഓൺലി ഓൺ ടെൻഷൻ സൈഡ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. The member subjected to torsion shall be designed for a fixous shear which is function of the actual shear and torsion which is called dash. ഓക്കെ, ആൻസർ ഏതാന്ന് ഒന്ന് മനസ്സിൽ കാണുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോർഷനുള്ള ഒരു മെമ്പറാണ്, അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഡിസൈനിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഫിക്ഷ്യസ് ഷിയർ. എന്താണ് ഫിക്ഷ്യസ് ഷിയർ? ആക്ച്വൽ അല്ല, അങ്ങനെ ഒരു ഷിയർ അതിനകത്ത് ഇല്ല. ശരിക്കും മനസ്സിലായില്ലേ? നമ്മൾ അവിടെ ഡിസൈനിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഷിയറിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമുക്ക് ടോർഷനെയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടത്. ടോർഷനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ച വഴിയാണ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് വെച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് വെച്ചിട്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഷിയറിനെ നമ്മൾ അവിടെ അസ്യൂം ചെയ്തു, ഒരു ഫിക്ഷ്യസ് ഷിയർ. അത് യഥാർത്ഥത്തിൽ അവിടെ ഉള്ള ഷിയർ അല്ല. ദാറ്റ് മീൻസ് ടോർഷൻ മൂലം അങ്ങനെ ഒരു ഷിയർ അവിടെ ഉണ്ടാവുന്നില്ല. എന്നാൽ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ടോർഷനെ റെസിസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഫിക്ഷ്യസ് ഷിയർ എന്ന് പറയുന്നത്. ഫിക്ഷ്യസ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ആക്ച്വൽ. ആക്ച്വൽ അല്ല, റിയാലിറ്റി അല്ല, ഫിക്ഷൻ ആണ്. നമ്മൾ ഫിക്ഷൻ മൂവീസ് ഒക്കെ പറയില്ല, അതേപോലെ ഫിക്ഷ്യസ് ആയിട്ടുള്ള ആ ഷിയറിന്റെ പേരെന്ത്? ക്രിട്ടിക്കൽ ഷിയർ ആണോ? അല്ല. ഇക്വിവാലന്റ് ഷിയർ എന്നാണ് നമ്മൾ പറയുക, ശരിയല്ലേ? തിയറിറ്റിക്കൽ ഷിയർ അല്ല, ഡിസൈൻ ഷിയർ അല്ല. നമ്മൾ അവിടെ പറഞ്ഞ പേര് ഓർക്കുക, ഇക്വിവാലന്റ് ഷിയർ. ഓക്കെ, ഇക്വിവാലന്റ് ഷിയറിനെയാണ് നമ്മൾ അവിടെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഷിയറിന്റെ ഡിസൈനിന്റെ ഒരു പേര് നമ്മൾ പിടിച്ചല്ലോ, അതെന്തായിരുന്നു? നോമിനൽ ഷിയർ. അങ്ങനെയും കൂടി ഒരു ഓപ്ഷൻ വന്നായിരുന്നെങ്കിൽ അത് കൺഫ്യൂസിങ് ആണ് അല്ലേ? കുറെ പേരെങ്കിലും നോമിനൽ ഷിയർ ഓപ്റ്റ് ചെയ്തേനെ അല്ലേ? ടോർഷന്റെ കാര്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇക്വിവാലന്റ് ഷിയർ എന്നുള്ളതാണെന്നുള്ള ഓർക്കുക, ഇക്വിവാലന്റ് ഷിയർ. ഓക്കെ, നമുക്ക് നോക്കാം. ഇക്വിവാലന്റ് ഷിയർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആസ് പെർ IS 456/2000, which of the following torsion must be considered in the design of reinforced concrete members? Okay, IS 456/2000 പ്രകാരം താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഡിസൈനിൽ കൺസിഡർ ചെയ്യുക. ടോർഷൻ വന്നു, ടോർഷൻ ഉള്ള ഒരു മെമ്പർ ആണെങ്കിൽ എന്ത് ടോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ആൻസർ ഏതാണ്?
ഇക്വിലിബ്രിയം ടോർഷൻ, കോമ്പാറ്റബിലിറ്റി ടോർഷൻ, ബോത്ത് എ ആൻഡ് ബി, ഇക്വിവാലന്റ് ഷിയർ ഫോഴ്സ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ ടോർഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ടോർഷനാണുള്ളത്, പ്രൈമറി ടോർഷനും സെക്കൻഡറി ടോർഷനും. ഇതിൽ പ്രൈമറി ടോർഷന് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അത്യാവശ്യമായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. സെക്കൻഡറി ടോർഷൻ എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് വരുന്നതല്ല, എന്നെങ്കിലും അതിൽ വന്ന് ചേരുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ദൂരെ ഒരു പാനലിൽ വരുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഡിസൈനിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യും, ജോയിന്റ്സ് റിജിഡ് ആണെന്ന് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ സെക്കൻഡറി ടോർഷനെ ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പ്രൈമറി ടോർഷൻ വന്ന പ്രൈമറി ടോർഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം, ഡിസൈനിൽ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോർഷൻ മസ്റ്റ് ബി കൺസിഡർ, ഏതാണ് പ്രൈമറി ടോർഷൻ. ഇനി പ്രൈമറി ടോർഷന്റെ മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? ഇക്വിലിബ്രിയം ടോർഷൻ, അതുപോലെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ടോർഷൻ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡറി ടോർഷന്റെ മറ്റ് പേരുകൾ എന്തൊക്കെയായിരുന്നു? കോമ്പാറ്റബിലിറ്റി ടോർഷൻ, അതാണ് നമ്മുടെ ഓപ്ഷൻ ബി. അതുപോലെ ഇൻഡിറ്റർമിനേറ്റ് ടോർഷൻ. അങ്ങനെയുള്ള 3 പേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ ഡിറ്റർമിനേറ്റ്, ഇൻഡിറ്റർമിനേറ്റ്, ഇക്വിലിബ്രിയം, കമ്പാറ്റബിലിറ്റി. അപ്പം ഇവിടെ ആൻസർ അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? ഇക്വിലിബ്രിയം ടോർഷൻ. കുറെ പേരെങ്കിലും ബോത്ത് ആൻഡ് ബി കൺസിഡർ ചെയ്ത് കാണും. അപ്പോൾ ഓർക്കുക, ഓരോ പേരുകളും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നോക്കാം. ഇക്വിലിബ്രിയം ടോർഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. The equivalent shear of a beam of B by D dimension തന്നിട്ടുണ്ട്, വർക്കിംഗ് മൊമെന്റുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ട്, വർക്കിംഗ് ഷിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഇക്വിവാലന്റ് ഷിയർ കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ക്ലോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, അതിനുശേഷം മാത്രം വീഡിയോ കണ്ടുപോവുക. വെറുതെ ഒരു സിനിമ കാണുന്ന ലാഘവത്തിൽ കാണാതെ ചെയ്ത് പ്രോബ്ലംസ് വരുമ്പോൾ അത് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, നോക്കാം. ഇക്വിവാലന്റ് ഷിയർ ഓഫ് എ ബീം, ബി ബൈ ഡി ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ബീമിന്റെ ബി ബൈ ഡി ഡയമെൻഷൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. 400 mm by 700 mm ആണ്. ഓക്കെ, വർക്കിംഗ് മൊമെന്റ് തന്നിട്ടുണ്ട്, ട്വിസ്റ്റിംഗ് മൊമെന്റ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടോർഷൻ അവിടെ വരുന്നുണ്ട്, ടോർഷൻ ഉണ്ട് നമ്മുടെ ബീമിൽ. ഓക്കെ, അപ്പൊ ടോർഷന് വേണ്ടി വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അഫ്കോഴ്സ് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇക്വിവാലന്റ് ഷിയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോർഷൻ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യമേ മനസ്സിലായി. ആൻഡ് വർക്കിംഗ് ഷിയർ ഫോഴ്സ് ഓഫ് 80 kN. ഓക്കെ, M20 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം ഇക്വിവാലന്റ് ഷിയർ, നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, VE ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിവാലന്റ് ഷിയർ ഫോഴ്സ് ആണ്, യൂണിറ്റ് നോക്കിയാൽ കിലോന്യൂട്ടൺ. ഇക്വിവാലന്റ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ? IS 46/2000 നമ്മൾ ഒരു ഇക്വേഷൻ പരിചയപ്പെട്ടിരുന്നു. VU പ്ലസ് 1.6 TU ഡിവൈഡഡ് ബൈ B. ശരിയല്ലേ? VU പ്ലസ് 1.6 TU ഡിവൈഡഡ് ബൈ B. ഓക്കെ, VU എന്തായിരുന്നു? VU ഫ്ലെക്ചർ മൂലം ഉണ്ടാവുന്ന ഷിയർ, നമ്മുടെ ബീമിലുള്ള ഷിയറിനെയാണ് നമ്മൾ VU എന്ന് പറഞ്ഞത്. അവിടെ ഇപ്പം ഇതില് വർക്കിംഗ് മൊമെന്റിനെ നമ്മളപ്പോ കൺസിഡർ ചെയ്യേണ്ടത്, നമുക്ക് ഷിയർ ആണ് ആവശ്യം. ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് TU എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഷിയർ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്കിത് VU എന്താണ്? ഷിയർ ഫോഴ്സ് ആണ്. നമുക്കറിയാം VU ഷിയർ ഫോഴ്സ് ആണ്. നമ്മൾ നോമിനൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. നോമിനൽ ഷിയർ ഫോഴ്സ് എന്തായിരുന്നു? നോമിനൽ ഷിയർ ഫോഴ്സ് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചേ? ആ ഒരു ബീമിൽ വരുന്ന ഷിയർ ഫോഴ്സിനെ നമ്മൾ ഫാക്ടർ ചെയ്തായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. അവിടെ VU കണ്ടുപിടിക്കുക, VU ബൈ BD വെച്ചിട്ടാണ് നോമിനൽ ഷിയർ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ അപ്പൊ VUനെ നമുക്ക് എന്തോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് വർക്കിംഗ് മൊമെന്റ് ആണ്. നമുക്ക് വേണ്ട VU എന്താണ്? ഫാക്ടേർഡ് മൊമെന്റ് ആണ്, ഫാക്ടേർഡ് മൊമെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ടുകൂടെ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, VU ഈസ് ഈക്വൽ ടു വർക്കിംഗ് ഷിയർ ഫോഴ്സ്, ലോഡ് മൂലമുള്ള ഷിയർ ഫോഴ്സ് എത്രയാണ്? 80 kN ആണ്, 80 kN. പക്ഷേ ഒരു 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിന്? ഫാക്ടർ ചെയ്യാൻ വേണ്ടി. വർക്കിംഗ് മൊമെന്റ് അല്ലെ വർക്കിംഗ് ഷിയർ ഫോഴ്സ് ആയതുകൊണ്ട് അതിനെ ഫാക്ടർ ചെയ്യാൻ വേണ്ടി 1.5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് 1.6 ഇൻറ്റു ട്വിസ്റ്റിംഗ് മൊമെന്റ് എത്രയാണ്? 60 kN. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മളൊന്ന് ഫാക്ടർ ചെയ്യുന്നു. 1.5 ഇൻറ്റു 60 kN ഡിവൈഡഡ് ബൈ B ബൈ D തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ B നമുക്കുണ്ട്. ഡിയുടെ ആവശ്യം നമുക്കില്ല. 400 mm. അപ്പോൾ നമ്മൾ യൂണിറ്റ് ശ്രദ്ധിക്കുക, കിലോന്യൂട്ടൺ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 400നെ നമുക്ക് 0.4 എന്ന് എഴുതാം, 0.4 മീറ്റർ എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ എത്രയാ വരികയാണ്? 1.5 ഇൻറ്റു 80 അല്ലേ? അപ്പൊ 80ന്റെ കൂടെ 80ന്റെ പകുതിയും കൂടി നമ്മൾ കൂട്ടണം. അപ്പൊ ഇത് എത്ര വരും? 80ന്റെ പകുതി എത്ര വരും? 40. 80 40 120 പ്ലസ്
ഇത് എത്ര വരും? 1.5 into 60. അപ്പം 60ന്റെ കൂടെ 30 കൂടെ 90. 90നെ ഇവിടെ 1.6നെ 0.4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 4 വരും അല്ലെ? അപ്പൊ 4 into 90 എത്ര വരും? 36 അല്ലെ? 360. 360യും 120 കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 2 8 3 1 4 480 കിലോ ന്യൂട്ടൺ. ശരിയല്ലേ? 480 കിലോ ന്യൂട്ടൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം വർക്കിംഗ് മൊമെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് ഷിയർ ഫോഴ്സ് ഒക്കെയാണ് തരുന്നത്. നമുക്ക് ഫാക്ടേർഡ് ആക്കി നമുക്ക് മാറ്റണം. നമുക്ക് ഇക്വേഷനിൽ വി യു ആണ് ടി യു ആണ്, രണ്ടും ഫാക്ടേർഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. ഇക്വേഷൻ ഓർത്തേക്കുക, കോഡൽ പ്രൊവിഷൻ ഓർത്തേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വരുന്നു. താങ്ക് യു.